ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജയം ഉറപ്പിച്ച് പ്രിയങ്ക ഗാന്ധി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ UR പ്രദീപും ലീഡ് ഉയർത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ BJP ഉൾപ്പെടുന്ന മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. ഝാർഖണ്ഡിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന INDI സഖ്യം മുന്നേറുന്നു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ BJPക്ക് ലീഡ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലസൂചനകളിൽ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും BJPക്ക് മുൻതൂക്കം. ബംഗാളിൽ തൃണമൂൽ, കർണാടകയിൽ കോൺഗ്രസ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരസമിതി ഭാരവാഹികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും. ഓസ്ട്രേലിയയ്ക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. വാർത്തകൾ വിശദമായി. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കും 48 നിയമസഭാ സീറ്റുകളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെയും വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി BJPയുടെ C കൃഷ്ണകുമാറിനേക്കാൾ 17,352 വോട്ടുകൾക്ക് മുന്നിലാണ്. ആദ്യഘട്ടത്തിൽ മുൻതൂക്കം നേടിയ കൃഷ്ണകുമാറിന് പിന്നീട് ലീഡ് നിലനിർത്താനായില്ല. LDF സ്ഥാനാർത്ഥി P സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി UDFന്റെ രമ്യ ഹരിദാസിനേക്കാൾ 11,362 വോട്ടുകൾക്ക് മുന്നിലാണ്. BJPയുടെ C ബാലകൃഷ്ണനാണ് ഇവിടെ മൂന്നാം സ്ഥാനത്ത്. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ബഹുദൂരം മുന്നിലാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 3,19,199 കടന്നു. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി രണ്ടാമതും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് മൂന്നാമതുമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആധിപത്യം ഉറപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ ലീഡ് 3 ലക്ഷം കടന്നു. വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, LDF NDA സ്ഥാനാർത്ഥികളെ ഏറെ പിന്നിലാക്കിയാണ് പ്രിയങ്കയുടെ മുന്നേറ്റം. മണ്ഡലത്തിൽ ഇനി എത്ര ബൂത്തുകൾ എണ്ണാനുണ്ട്? നരേന്ദ്രൻ, തുടക്കം മുതൽ തന്നെ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ ആധിപത്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിൽ 7 റൌണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 3,19,199 വോട്ടുകൾക്ക് പ്രിയങ്ക ലീഡ് ചെയ്യുകയാണ്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് ലഭിച്ചത് 1,62,490 വോട്ടുകൾ ലഭിച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ലഭിച്ചത് 87,769 വോട്ടുകളാണ്. നിലവിൽ മണ്ഡലത്തിലെ 64% വോട്ടുകളും പ്രിയങ്ക നേടിയെന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. LDFന് മൊത്തം ലഭിച്ച വോട്ടുകൾ 21% വോട്ടുകളും ലഭിച്ചപ്പോൾ NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 12% വോട്ടുകളാണ്. ഇനി ഏകദേശം 3 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് എണ്ണാൻ ബാക്കിയുള്ളത്. എന്തായാലും നിലവിൽ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ, അതിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ പ്രിയങ്ക എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവർത്തകരെല്ലാം ആഹ്ലാദത്തിലാണ്. DCC പ്രസിഡന്റ് DCC ഓഫീസിൽ നിന്നും പ്രവർത്തകർ ആഹ്ലാദ പ്രകടനമായി കൽപ്പറ്റയിലേക്ക് വലിയ നന്ദി. പാലക്കാട് ജനവിധി വ്യക്തമാകാൻ ഇനി അല്പസമയം മാത്രം. ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്ത NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെ പിന്നിലാക്കി UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നേറുകയാണ്. പാലക്കാട് നിന്നും തത്സമയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. ഫൈസൽ, പാലക്കാട് മണ്ഡലത്തിലെ വിജയി ആരെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? 10 റൌണ്ടുകൾ പൂർത്തിയാകുമ്പോൾ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ ലീഡ് തുടരുകയാണ്. പാലക്കാട് നഗരസഭയിലെയും പിരായിരി പഞ്ചായത്തുകളിലെയും വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് UDF സ്ഥാനാർത്ഥി മുന്നിലെത്തിയിരിക്കുന്നത്. ഇനി മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് എണ്ണാനുള്ളത്. ഇവിടെയും ലീഡ് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF കേന്ദ്രം. അങ്ങനെ വന്നാൽ വിജയം ആവർത്തിക്കാനാകുമെന്ന് തന്നെയാണ് UDF കരുതുന്നത്. അതേസമയം തങ്ങൾക്ക് സ്വാധീനമുള്ള നഗരസഭാ മേഖലയിൽ വേണ്ടത്ര തിളങ്ങാനായില്ലെന്ന വിലയിരുത്തലിലാണ് NDA മുന്നണി. കഴിഞ്ഞ തവണത്തേനേക്കാൾ നേരിയ തോതിൽ വോട്ട് വിഹിതം ഉയർത്തി LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ 3ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. നന്ദി ഫൈസൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര മണ്ഡലത്തിൽ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ലീഡ് നിലനിർത്തി LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. വോട്ടെണ്ണലിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് നമ്മളോടൊപ്പമുണ്ട്. ഭരിത, ചേലക്കരയിൽ വോട്ടെണ്ണൽ അവസാനിക്കാറായോ? LDF കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് തുടക്കമായോ? എന്താണ് ഇപ്പോഴത്തെ വിവരം?
നരേന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര മണ്ഡലത്തിൽ വോട്ടെണ്ണൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ലീഡ് നിലനിർത്തി ഇതുവരെ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ശക്തമായ മുന്നേറ്റം തുടരുകയാണ്. രണ്ടാം സ്ഥാനത്ത് രമ്യ ഹരിദാസും മൂന്നാം സ്ഥാനത്ത് NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനുമാണ് തുടരുന്നത്. ചേലക്കരയുടെ ചരിത്രത്തിൽ തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ര ഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് നേടിയതിനേക്കാൾ വോട്ടുകൾ ഇത്തവണ നേടുമെന്ന ഉറപ്പാണ് K രാധാകൃഷ്ണൻ പങ്കുവച്ചത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു ലീഡ് മുന്നേറ്റമാണ് ഇതുവരെ പ്രകടമായത്. LDFന്റെ ആഘോഷ പ്രകടനങ്ങൾക്ക് ചെറുതുരുത്തി വേദിയായി മാറുകയാണ്. ഏറെക്കുറെ വിജയം ഉറപ്പിച്ചു എന്ന നിലയിൽ തന്നെ ആഘോഷ തിമിർപ്പിലേക്കാണ് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അവസാന റൌണ്ടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 12ാം റൌണ്ട് ഇവിടെ EVM കൌണ്ടിംഗ് പൂർത്തിയായപ്പോൾ 12,067 വോട്ടിനാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരിക്കുന്നത്. നന്ദി ഭരിത. മഹാരാഷ്ട്രയിൽ 288 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുതി സഖ്യം 224 സീറ്റിലും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡി സഖ്യം 54 സീറ്റിലും മുന്നേറുന്നു. മഹായുതി സഖ്യത്തിൽ BJPക്ക് 127, ശിവസേന ഷിൻഡെ വിഭാഗത്തിന് 56, NCP അജിത് പവാർ വിഭാഗത്തിന് 37 എന്നിങ്ങനെയാണ് സീറ്റ് നില. മഹാവികാസ് അഘാഡി സഖ്യത്തിൽ കോൺഗ്രസ് 18, ശിവസേന ഉദ്ധവ് വിഭാഗം 18, NCP ശരത് പവാർ വിഭാഗം 14 എന്നിങ്ങനെയാണ് സീറ്റ് നില. നാഗ്പൂർ സൌത്ത് വെസ്റ്റിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുന്നിലാണ്. നിലവിലെ മുഖ്യമന്ത്രിയും ശിവസേന ഷിൻഡെ വിഭാഗം നേതാവുമായ ഏക്നാഥ് ഷിൻഡെ കോപ്പാരി പാച്പഖാഡിയിൽ ലീഡ് ചെയ്യുന്നു. NCP നേതാവ് അജിത് പവാർ ബരാമതിയിൽ മുന്നിൽ. കോൺഗ്രസ് നേതാവ് പൃഥ്വിരാജ് ചവാൻ കാരാട് സൌത്തിൽ പിന്നിലാണ്. 81 അംഗ ഝാർഖണ്ഡ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ NDA 29 മണ്ഡലങ്ങളിലും INDI സഖ്യം 50 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു. NDA ഘടകകക്ഷികളായ BJP 27 സീറ്റിൽ മുന്നേറുമ്പോൾ AJSU 2 സീറ്റിൽ മുന്നിലാണ്. INDI സഖ്യത്തിൽ ഘടകകക്ഷികളായ JMM 29 കോൺഗ്രസ് 15 മുന്നേറുന്നു. മുഖ്യമന്ത്രി ഹേമന്ത് സൊറൈൻ ബർഹൈത്തിൽ മുന്നിലാണ്. മുൻ മുഖ്യമന്ത്രിമാരും BJP സ്ഥാനാർത്ഥികളുമായ ചെമ്പൈ സൊറൈൻ, ബാബുലാൽ മറാണ്ടി എന്നിവരും മുന്നിലാണ്. JMM നേതാവായ കൽപ്പന സൊറൈൻ ഖണ്ഡയിൽ പിന്നിലാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 BJPയും 3 സമാജ്വാദി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. രാജസ്ഥാനിലെ 7 3 BJPയും 2 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ 6 സീറ്റിലും തൃണമൂലിനാണ് ലീഡ്. അസമിലെ 5 2 BJPക്കും 1 കോൺഗ്രസിനുമാണ് ലീഡ്. ബീഹാറിലെ 4 സീറ്റിലും NDS മുന്നിട്ട് നിൽക്കുകയാണ്. പഞ്ചാബിലെ 4 3 ആം ആദ്മി പാർട്ടിയും 1 സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. കർണാടകയിലെ 3 സീറ്റിലും കോൺഗ്രസാണ് ലീഡ് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ 2 BJPക്ക് മുന്നേറ്റം. സിക്കിമിൽ സോറങ്, ചഖുങ്, നാംചി, സിംഗിതാങ് എന്നീ 2 നിയമസഭാ സീറ്റുകളിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച എതിരില്ലാതെ വിജയിച്ചു. ഓരോ സീറ്റുകളിൽ തിരഞ്ഞെടുപ്പ് നടന്ന ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ BJPയും മേഘാലയയിൽ NPPയും ലീഡ് ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിൽ BJP ലീഡ് ചെയ്യുന്നു. 15 സംസ്ഥാനങ്ങളിലെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത് കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിയുടെ അവസാനഘട്ട താലൂക്കുതല മത്സരം നാളെ നടക്കും. തിരുവനന്തപുരത്ത് പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിൽ നടക്കുന്ന പരിപാടി എയ്റോനോട്ടിക്കൽ സിസ്റ്റംസ് മുൻ DG ടെസ്സി തോമസ് ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അധ്യക്ഷനാകും. താലൂക്ക് തലത്തിൽ വിജയികളാകുന്ന 36 കുട്ടികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. ഇന്ത്യയെ അറിയാം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരി പരിപാടിയിൽ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഇന്ത്യൻ പ്രവാസികളോടും വിദേശീയരോടും ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായി പ്രവാസികൾക്കുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പരിപാടിയിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും വീണ്ടെടുക്കാനുള്ള അവസരമാണിതെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകരാഷ്ട്രങ്ങൾ വികസനത്തിനായി ഇന്ത്യയുടെ പങ്കാളിത്തം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു.
ജർമ്മനിയിലെ ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇന്ത്യ എല്ലാ മേഖലകൾക്കും പുതിയ നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും 21ാം നൂറ്റാണ്ടിൽ അതിവേഗ വളർച്ച കൈവരിക്കാൻ സ്വയം തയ്യാറെടുത്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 25-ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനായാണ് യോഗം. ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ 3ാം ദിനമായ ഇന്നും വിവിധ വിഭാഗങ്ങളിലായി നിരവധി ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തുന്നത്. പ്രീമിയറിൽ ഇന്ന് 70 സിനിമകൾ പ്രദർശിപ്പിക്കും. തുടർന്ന് ഓപ്പൺ എയർ സ്ക്രീനിംഗിന്റെ ഭാഗമായി 3 സിനിമകൾ ഉണ്ടാകും. ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ വിഭാഗത്തിൽ 100 യുവപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നുണ്ട്. 48 മണിക്കൂർ കൊണ്ട് ഒരു സിനിമ പൂർത്തിയാക്കുക എന്ന വെല്ലുവിളിയാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർ നിർമ്മിച്ച ചലച്ചിത്ര പ്രദർശനവും ഉണ്ടാകും. രാജ്യത്തെ പൊതുസേവന പ്രക്ഷേപകരായ പ്രസാർ ഭാരതിയുടെ സ്ഥാപക ദിനം ഇന്ന്. 1997 നവംബർ 23-നാണ് പ്രസാർ ഭാരതി സ്ഥാപിതമായത്. 1990കളിലാണ് പാർലമെന്റ് പ്രസാർ ഭാരതി നിയമം പാസാക്കിയത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരസമിതി ഭാരവാഹികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും. പരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്ന CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമിയിൽ കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് നിർമ്മിച്ച കോടതി കെട്ടിട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 26-ന് ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനം സംബന്ധിച്ച അവലോകന യോഗത്തിൽ സ്പീക്കർ AN ഷംസീർ, ജില്ലാ സെഷൻസ് ജഡ്ജ് KT നിസാർ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. 1802-ൽ സ്ഥാപിതമായ തലശ്ശേരി കോടതിക്ക് കീഴിൽ നിലവിൽ 14 കോടതികളാണ് ഉള്ളത്. കിഫ്ബി ഫണ്ട് വഴി 57 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വർക്ക് നിയർ ഹോം പദ്ധതിയുടെ ഭാഗമായ സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിർവഹിച്ചു. ഫ്രീലാൻസ് തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, സ്റ്റാർട്ടപ്പുകൾ, സ്വന്തമായി ചെറു സംരംഭങ്ങൾ നടത്തുന്നവർ, ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൌകര്യം നൽകാൻ ആഗ്രഹിക്കുന്ന നിലവിലെ സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്ക് സൌകര്യപ്രദമായും സുഖകരമായും അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സൌകര്യങ്ങൾ ഇവിടെ ലഭ്യമാകും. മലപ്പുറം പോത്തുകൽ പഞ്ചായത്തിൽ ഭൂമിക്കടിയിൽ നിന്നും ശബ്ദവും പ്രകമ്പനവും ഉണ്ടായ പ്രദേശങ്ങളിൽ ദേശീയ ഭൌമശാസ്ത്ര കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പരിശോധനയ്ക്കെത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അടുത്ത 2-3 മാസം പ്രദേശം സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും സംഘം അറിയിച്ചു. കുഴൽക്കിണറുകളിലെ പാറകൾ തെന്നിമാറുന്നത് ഇത്തരം ശബ്ദങ്ങൾക്കും പ്രകമ്പനങ്ങൾക്കും കാരണമാകാറുണ്ടെന്ന് സംഘം വ്യക്തമാക്കി. സംസ്ഥാന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടന്നത്. പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ഉപജില്ലകളും തമ്മിൽ നടക്കുന്നത്. ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1ാം ഇന്നിംഗ്സ് ലീഡ്. 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 104 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഒരുപോലെ ബാറ്റിംഗ് തകർച്ച നേരിട്ടിരുന്നു. 58 റൺസിന്റെ ലീഡ് നേടിയ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്നു. പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഇന്ന്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ 4:30 അഷ്ടമി ദർശനത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. നാളെ വൈകിട്ട് 5-നാണ് ആറാട്ട് എഴുന്നള്ളിപ്പ്. തിങ്കളാഴ്ച മുക്കുടി നിവേദ്യത്തോടെ അഷ്ടമി ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇന്നലെ അന്തരിച്ച പ്രശസ്ത നാടക രചയിതാവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ പ്രൊഫസർ ഓംചേരി NN പിള്ളയുടെ സംസ്കാരം നാളെ. കഴിഞ്ഞ 73 വർഷമായി ഡൽഹിയിൽ സ്ഥിരതാമസക്കാരനായ അദ്ദേഹം 9 നാടകങ്ങൾ, 80-ലധികം ഏകാംഗ നാടകങ്ങൾ, ഏതാനും നോവലുകൾ തുടങ്ങിയവ രചിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള പ്രഭ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ജയമുറപ്പിച്ച് പ്രിയങ്ക ഗാന്ധി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ UR പ്രദീപും ലീഡ് ഉയർത്തുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ ബിജെപി ഉൾപ്പെടുന്ന മഹായുതി സഖ്യം അധികാരത്തിലേക്ക്. ഝാർഖണ്ഡിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന INDI സഖ്യം മുന്നേറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ നന്ദേഡിൽ ബിജെപിക്ക് ലീഡ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലസൂചനകളിൽ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ബിജെപിക്ക് മുൻതൂക്കം. ബംഗാളിൽ തൃണമൂൽ, കർണാടകയിൽ കോൺഗ്രസ്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സമരസമിതി ഭാരവാഹികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് ചർച്ച നടത്തും. ഓസ്ട്രേലിയയ്ക്കെതിരായ പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 1-ാം ഇന്നിംഗ്സ് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.